ഞങ്ങളെല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദർശിന്റെ കല്യാണം ഇന്നാണ്. എത്രാം തീയതി? ഡിസംബർ 13. അതെ, ഞങ്ങളുടെ ഇനി ആദർശ് മാത്രമേ കല്യാണം കഴിക്കാണ്ടായിരുന്നുള്ളൂ. ആൻഡ് അവന്റെ കല്യാണം ഭയങ്കര എക്സ്പെക്ട് ചെയ്തൊരു കല്യാണം. കാരണം ഞങ്ങൾ ഇത്രയും ഗേൾസിന്റെ ഇടയിലുള്ള ഒരേ ഒരു ബോയ് ആണ് ആദർശ്. സോ ഗൗരിയൊക്കെ റെഡിയായി. കണ്ടോ, ഇതാണ് ചോക്കർ ആൻഡ് ഇതാണ് കമ്മൽ. ഇതാണ് കമ്മൽ ആൻഡ് ഇത് വള. ഞങ്ങളുടെ ഓർണമെന്റ്സ് എല്ലാം ഞങ്ങൾ റെന്റിൽ എടുത്തത് കൊല്ലത്തുള്ള ഋതി കളക്ഷൻസിൽ നിന്നാണ്. ഇതിപ്പോ എന്റെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെയും ഞാൻ കാണിച്ചു തരാം. അടിപൊളി കളക്ഷൻസ് ഉണ്ട്. സോ ഡു ചെക്ക് ഔട്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ ഇതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ആദർശിന്റെ കല്യാണത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതായത് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങള് ഓഡിറ്റോറിയത്തിലോട്ട് പോകും. അതെ, സോ ഞങ്ങളുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതെല്ലാം ഋതി കളക്ഷനിൽ ഞങ്ങൾ റെന്റില് എടുത്തതാണ്. കൊല്ലത്താണ്. ഞങ്ങൾ ഇവിടെ നോക്കി എടുത്ത് കഴിഞ്ഞ സമയം സെലക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം നല്ല കളക്ഷൻ. സൗണ്ട് ഉണ്ട്. വീടിന്റെ പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത്. സോ എന്താണ് നമുക്ക് പറയാനുള്ളത്? ആദർശിന്റെ കല്യാണം കാരണം ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ലാസ്റ്റ് കല്യാണമാണ്. അത് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും കല്യാണത്തിനൊന്നും ഒരുമിച്ച് കൂടാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് ആൺതരി, ഞങ്ങളുടെ ഒറ്റ ആൺതരിയുടെ കല്യാണമാണ്. അത് മാത്രമല്ല അഞ്ജനയായിട്ട് ഞങ്ങൾ നല്ല കൂട്ടാണ്. അപ്പം രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ. കാരണം അത് അങ്ങനെയുള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാം കൂടെ പങ്കെടുക്കുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഗോപുവിന്റെ പൈസ ആയിരുന്നു. അതിലെല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. എന്റെ ആണെങ്കിൽ കൊറോണ ടൈം ആയിരുന്നു. അതെ, സോ നമ്മളൊരു 7 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഹരീനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. രാധി ലച്ചുവിനൊക്കെ നമ്മളൊരു 7 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. സോ ഭയങ്കര ഒരു നല്ല ഫണ്ണി മൊമെന്റ്സ് ആയിരുന്നു. പണ്ടുള്ള ഞങ്ങളുടെ ഫൈറ്റ്സ്, അതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പക്ഷെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോഴും പണ്ടത്തെ വൈബിൽ തന്നെയാണ്. മീൻസ് ഫ്രണ്ട്സ് ആയിട്ട് കൂടി കഴിഞ്ഞാൽ നമ്മളിപ്പോഴും തല്ലിപ്പൊളികളായിരിക്കില്ല. സെയിം വൈബ് തന്നെയാണ് ഇപ്പോഴും. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് ബാക്കി വീഡിയോസ് ഞങ്ങൾക്ക് ഒത്തിരി, കാരണം ഞങ്ങള് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കുറെ പേരെ കാണാൻ പോകുന്നതാണ്. അപ്പം അതെല്ലാം ഞങ്ങള് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ബൈ ബൈ. നമ്മുടെ ഔട്ട്ഫിറ്റ് കാണാം. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. ആദർശ് ഫുള്ള് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന്, ആദർശിന്റെ കല്യാണം. ആൻഡ് വി ആർ സോ ഹാപ്പി ഫോർ ഹിം. ആൻഡ് വി ആർ ഓൺ ദ വേ ഫോർ ദ വെഡിങ്. കൊല്ലം പവിത്രം കൺവെൻഷൻ സെന്ററിലായിരുന്നു കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ. ആൻഡ് അവിടെ എത്തിയപ്പോഴേക്കും ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സീനിയർ ചേച്ചിനെ കണ്ടു. ദിസ് ഇസ് കരിഷ്മ ചേച്ചി ആൻഡ് ചേച്ചിയുടെ അമ്മ. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് അഞ്ജന. ആൻഡ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അഞ്ജനേനെ കാണാൻ. ടെൻഷൻ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു മൊമെന്റ് ദാ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ കല്യാണ പെണ്ണിനെയും റിസീവ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ സദ്യക്ക് വന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ രാഹുലേട്ടൻ നമുക്ക് കൊല്ലത്ത് കഴിക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ എല്ലാം വിളമ്പി തുടങ്ങി. ചോറ് വന്നു. ആൻഡ് പരിപ്പാണല്ലോ കൊല്ലത്ത്. കഴിച്ചിട്ട് പറ്റുന്ന എക്സ്പ്രഷൻ എടുത്തില്ലേ, ഞാൻ കാണിച്ചു എടുക്കാം. അങ്ങനെ പായസം, പൈനാപ്പിൾ പായസം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ അടപ്രഥമൻ, പിന്നെ കടലപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ കടലപ്പായസം. എല്ലാത്തിൽ നിന്നും ഞങ്ങൾ കുറേശ്ശെ ടേസ്റ്റ് ഒക്കെ നോക്കി. സദ്യ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. വൈകിട്ട് നമുക്ക് റിസപ്ഷൻ ഉണ്ട്. സോ അതിനും നമുക്ക് പോയിട്ട് വേഗം റെഡി ആവാനുള്ളത് കാരണം ഞങ്ങൾ വേഗം ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ റിസപ്ഷൻ വീഡിയോ വന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. So subscribe and stay tuned. Bye.